അങ്ങനെ ക്യാമറയും ലൈറ്റും എല്ലാം സെറ്റ് ചെയ്ത് റോളിംഗ് ആക്ഷൻ എന്ന് പറയുമ്പോഴാണ് ആ ഒരു പ്രശ്നം അവിടെ ഉടലെടുക്കുന്നത്. നിങ്ങളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കോണ്ടന്റ് വീഡിയോസ് അല്ലേ? എന്നാൽ ഇനി അങ്ങോട്ടേക്ക് അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, വെൽക്കംസ് ടു ത്രിക് സ്റ്റോറീസ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അവസാനം പോസ്റ്റ് ചെയ്തൊരു സീരീസ് ഉണ്ടായിരുന്നു, ഈ ലെറ്റ് ഗോ. അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ്. അപ്പോൾ അതിൽ അഭിനയിച്ച 2 കുരിപ്പുകളാണിത്. പക്ഷേ ഇതുങ്ങളെ അഭിനയിപ്പിക്കുന്നതിനെക്കാട്ടി പാട് വേറൊരു കുരിപ്പിനെ അഭിനയിപ്പിക്കാനാണ്. ദൈവനെ ഷിനു. ഈ തുള്ളിച്ചാടി കളിക്കുന്നതാണ് ഞാൻ. ഞാനെന്തിനാ ഈ പാൻറ് പൊക്കി കൊണ്ടുപോകുന്നത്? ആ 2 കുരുന്നുകൾക്കും എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ. അങ്ങനെ അവർക്കതൊക്കെ പറഞ്ഞു കൊടുത്ത് ഇനി ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം അടുത്ത വെളിയിൽ പോയി ഷൂട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഈ റീല് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആകാശ് വിശ്വകുമാറാണ്. ഇവനെക്കുറിച്ച് ഞാൻ വഴിയേ പറയാം. അങ്ങനെ അവരുടെ അഭിനയമൊക്കെ കണ്ട് ധൃതംഗ പുളകിതനായിട്ട് നിൽക്കുന്ന ഞാനാണത്. സത്യം പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ അവരുടെ അഭിനയം കാണാനായിട്ട്. അത് നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വെളിയിലോട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ അവിടുത്തെ ഷൂട്ട് പെട്ടെന്ന് ഇറങ്ങും. കാരണം സമയം ഇപ്പോൾ 6 മണിയായി. വെട്ടമൊക്കെ ഇപ്പോൾ പോവും. അപ്പോൾ അതിന് മുന്നേ തീർത്ത് മാറ്റണമല്ല. എന്ത് പാടല്ലേ പിള്ളേരെ അഭിനയിപ്പിക്കാനായിട്ട്. അതിന് വലിയ അഭിനയിപ്പിക്കും. അങ്ങനെ അവിടുത്തെ സീൻസും കാര്യങ്ങളൊക്കെ എടുത്തു. സൂര്യൻ അസ്തമിച്ചു. ഇനിയിപ്പം രാത്രിയിലേക്ക്. അങ്ങനെ രാത്രി ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം വെട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് സൊമാറ്റോയുടെ കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ഹോട്ടലൊന്നും അല്ലായിരുന്നു, ഫേക്ക് ചെയ്തതാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ ഏത്. അങ്ങനെ ആകാശിൻ്റെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എൻ്റെത് ഷൂട്ട് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം കൈനഗരിയിലോട്ട് പോകാൻ. അവിടെയാണ് ഇതിലുള്ള അച്ഛൻ്റെ സീൻ ഷൂട്ട് ചെയ്യുന്നത്. കാരണം അതിലുള്ളൊരു വീട് അവിടെ ഉള്ളൂ. അപ്പോൾ എനിക്ക് ആ ഒരു വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് അവിടെ പോയി ഷൂട്ട് ചെയ്യുക. ഇത് നമ്മുടെ ആകാശിൻ്റെ റിലേറ്റീവിൻ്റെ വീടാണ്. അപ്പോൾ അവിടെയാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് വാഹിദ് ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇരിക്കുകയാണ്. അപ്പോൾ അയക്കാ കായംകുളത്തുനിന്ന് നമുക്ക് വേണ്ടിയിട്ട് അഭിനയിക്കാൻ വേണ്ടി വന്നതാണ്. നന്ദിയുണ്ടിക്ക. അങ്ങനെ ക്യാമറയും ലൈറ്റും എല്ലാം സെറ്റ് ചെയ്ത് റോളിംഗ് ആക്ഷൻ എന്ന് പറയുമ്പോഴാണ് ആ ഒരു പ്രശ്നം അവിടെ ഉടലെടുക്കുന്നത്. അടച്ചു നോക്കട്ടെ. സംഭവം മനസ്സിലായില്ലേ? ആക്ഷൻ പറയുമ്പം എല്ലായിടത്തും സൗണ്ട് ആയിരിക്കും. ഈ രാത്രി ഉറങ്ങിക്കിടക്കുന്ന കാക്ക വരെ കിടന്ന കാറും വേണമെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ. ഇനി അടുത്ത വ്ളോഗിൽ ഞങ്ങൾ ഈ ടെക്നിക്കൽ സൈഡിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയൊക്കെ നമ്മളിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്, ഇപ്പം ഞങ്ങൾ തന്നെ ഇപ്പോൾ ഉള്ളത് വെച്ചിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലുള്ള എന്തൊക്കെ സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം, അതിന് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.